ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരന്മാരെ, ഫോട്ടോഗ്രാഫേഴ്സ്, വിവിധ ദിക്കുകളിൽ ദേശങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കുചേരാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നല്ല ചൂടുണ്ടെന്നറിയാം, എങ്കിലും 20 മിനിറ്റ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് എടുക്കും. അമേരിക്ക, UK, ജർമ്മനിയിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും കൂട്ടം കൂടി ഇപ്പം വിളിച്ച് കാട്ടൊക്കെ സന്തോഷമായി. ഒരു നിമിഷം കരങ്ങൾ കൂടാം. വലിയ ദൈവാനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. പ്രാർത്ഥനാ ശുശ്രൂഷ പ്രകാരമാണ് ആരംഭിക്കുക. ജിയോയുടെയും ജിമിനായുടെയും വലതുകരത്തിൽ പിടിച്ച് ഈ രണ്ട് കുടുംബത്തിലെയും ഏറ്റവും പ്രായം കൂടിയ രണ്ടുപേരെ അവരുടെ നെറ്റിയെ കുരിശു വരപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥനാ ശുശ്രൂഷ ആരംഭിക്കുക. പ്രാർത്ഥനാ പൂർവ്വം. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിനെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, അങ്ങ് സ്ഥാപിച്ച വിവാഹം എന്ന മനോഹരമായ കുദാശയിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ വേളയിൽ അങ്ങേ തിരുസാന്നിധ്യം ഉണ്ടാകണമേ. ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈ തലേ ദിവസത്തെ പ്രാർത്ഥനയില് വധൂവരന്മാരായി ആകാൻ പോകുന്ന മക്കൾക്ക് 3 ആശീർവാദ പ്രാർത്ഥനകളാണ് നൽകുക. ഒന്നാമത്തെ ആശീർവാദ പ്രാർത്ഥന സമൂഹം മുഴുവൻ നൽകും. രണ്ടാമത്തെ ആശീർവാദ പ്രാർത്ഥന മാതാപിതാക്കൾ നൽകും. മൂന്നാമത്തെ ആശീർവാദ പ്രാർത്ഥന പൗരോഹിത്യ ആശീർവാദമാണ്. പ്രാർത്ഥനാപൂർവം കരങ്ങൾ കൂപ്പി. സമൂഹം മുഴുവൻ പ്രാർത്ഥന നിരതരാവുകയാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കുന്നു എന്ന പ്രഭാഷക വചനത്തിന്റെ അനുസ്മരണമാണ് ഇപ്പോൾ നടക്കുക. ഏറ്റവും ഹൃദയസ്പർശിയായ പ്രാർത്ഥന. ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കള് പരിശുദ്ധവും പരിപാവനവുമായ ബലിപീഠത്തിന് മുമ്പാകെ ഈ മക്കളെ വിവാഹമെന്ന കൂദാശയ്ക്കായിട്ട്, വിവാഹ വാഗ്ദാനത്തിനായിട്ട് ഒരുക്കി നിർത്തുമ്പോൾ അവരുടെ മനസ്സിലെ സന്തോഷം, ഒപ്പം ഈ കുടുംബാംഗങ്ങളുടെ എല്ലാ സന്തോഷം, മാതാപിതാക്കൾ മക്കളെ ഇപ്പോൾ ആശീർവദിക്കുകയാണ്. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലണം. അനുഗ്രഹിച്ചുകൊള്ളുക മക്കളെ. 37-ാം സങ്കീർത്തനമാണ് ചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതരായി വസിക്കാം. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക.
കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളൂ. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും. അധ്യാനം പോലെ നിന്റെ അവകാശവും നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക. സത്യസന്ധനെ സൂക്ഷിച്ചു നോക്കുക. എന്തെന്നാൽ സമാധാന കാംക്ഷിക്ക് സന്തതി പരമ്പരയുണ്ടാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥനയാണ് ഇപ്പോൾ നൽകപ്പെടാനായിട്ട് പോവുക. സമൂഹം മുഴുവൻ ഈ മക്കളുടെ നേരെ നിങ്ങളുടെ വലതുകൈ ഉയർത്തിക്കൊള്ളും. എല്ലാവരും വലതുകൈ ഉയർത്തിപ്പിടിച്ച് ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങൾ ഏറ്റുചൊല്ലി. സമൂഹം മുഴുവൻ കൈകൾ ഉയർത്തി വിവാഹ ഭക്തികളുടെ നേരെ പിടിക്കുന്നു. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി നിങ്ങളും ഈ മക്കളെ ഇവരുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് കാരുണ്യവാനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രാർത്ഥനാപൂർവം സർവശക്തനായ ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. അങ്ങ് കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ മക്കളെ സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തി വിവാഹ അന്തസ്സിലേക്ക് ഉയർത്തിയിരിക്കുകയാണല്ലോ. അങ്ങയുടെ ആഗ്രഹത്തിനനുസരിച്ച് സന്തോഷപ്രദവും സമാധാനപൂർണവും മധുരതരവുമായ ജീവിതം നയിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ആമേൻ. തുടർന്ന് മൂന്നാമത്തെ ആശീർവാദ പ്രാർത്ഥനയാണ് ഈ മക്കൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. മുഴുവൻ വൈദികരും പൗരോഹിത്യ ആശീർവാദം നൽകപ്പെടുകയാണ്. പ്രാർത്ഥനാപൂർവ്വം 4 വൈദികരുടെ ആശീർവാദമാണ് ഈ മക്കൾക്ക് ഇപ്പോൾ ലഭിക്കുവാനായിട്ട് പോകുക. സമൂഹം മുഴുവൻ കരങ്ങൾ കൂപ്പി ഞങ്ങൾ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങൾക്ക് വഴികാട്ടിയായിരിക്കട്ടെ. ദൈവം നൽകുന്ന സന്തതികളിലൂടെ നീയും നിന്റെ കുടുംബവും തലമുറകളും സഭയും അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്നിലൂടെ ആരംഭിക്കുന്ന പുതിയ കുടുംബം സമൂഹത്തിന് മാതൃകയായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥവിനയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. സത്യമായി കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും ഞങ്ങൾക്കിപ്പോൾ നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ലോകത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ തന്റെ കുടുംബത്തെ രൂപീകരിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ വചനത്താൽ തന്നെ പുതുതായി രൂപം കൊള്ളുന്ന കുടുംബങ്ങളെ നയിക്കുകയും വിശദീകരിക്കുകയും ചെയ്യണമേ. നിത്യപിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സുവിശേഷ വെളിച്ചത്താൽ നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ,
പകരുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം ഓങ്കിരണം ചൊരിയട്ടെ. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായി മിശിഹായി നിന്നെ ഞങ്ങളുടെ മക്കളിലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തേ എന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കും. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. സഭയുടെ പാരമ്പര്യമനുസരിച്ച് കൂദാശ സ്വീകരണത്തിന് മുൻപ് സകല വിശുദ്ധരുടെയും പിതാക്കന്മാരുടെയും അനുഗ്രഹങ്ങൾ യാചിക്കുക പതിവാണ്. ഇതനുസരിച്ച് വിവാഹാർത്ഥികൾ സ്വീകരിക്കുന്ന കൂദാശ കുടുംബജീവിതത്തിന് സഹായകമായി തീരുവാൻ വിശുദ്ധരുടെയും പിതാക്കന്മാരുടെയും മധ്യസ്ഥ്യം തേടുകയാണ് ഇപ്പോൾ. കരങ്ങൾ കൂപ്പി കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ, റൂഹായേ കനിയണമേ, ഏക ദൈവമേ കനിയണമേ. തുടർന്ന് മറുപടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പരിശുദ്ധ മാലാഖമാരേ, പരിശുദ്ധ കന്യകാമറിയമേ, സകല വിശുദ്ധാത്മാക്കളെ, വിശുദ്ധരായ യോസേപ്പേ, വിശുദ്ധരായ പത്രോസേ പൗലോസേ, വിശുദ്ധരായ തോമായേ, വിശുദ്ധരായ മത്തായി മർക്കോസേ, വിശുദ്ധരായ ലൂക്കോസേ യോഹന്നാനേ, വിശുദ്ധരായ സെബസ്ത്യാനോസേ അഗസ്തീനോസേ, വിശുദ്ധരായ ബെർണാഡേ ലോറൻസേ, വിശുദ്ധരായ ആൽബർട്ടേ ജെറോമേ, വിശുദ്ധരായ ഡോൺ ബോസ്കോ ഡൊമിനിക് സാവിയോ, വിശുദ്ധരായ സ്തേഫാനോസേ, വിശുദ്ധരായ ഫ്രാൻസിസ് അസീസി ഫ്രാൻസിസ് സേവിയറേ, വിശുദ്ധരായ അന്തോനീസേ, വിശുദ്ധനായ ഗീവർഗീസേ, വിശുദ്ധയായ ക്ലാരായേ റോസായേ, ദൈവമേ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാനും അതിന്റെ കടമകൾ പൂർത്തീകരിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി ഈ മക്കളെ ഒരുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ വിശ്വസത്തിലും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും എന്നും ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വധുവായി ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്ന മകളെയും വധുവായി കടന്നു ചെല്ലാൻ പോകുന്ന ഭവനത്തെയും എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും വിലപ്പെട്ടവരായ നല്ല കുഞ്ഞുങ്ങളെ നൽകി ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ചടങ്ങുകള്, യാത്ര ചെയ്തു വരുന്നവര്, ഭക്ഷണം, കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, സമാപന ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പൗരോഹിത്യ ആശീർവാദത്തോടുകൂടി ഈ വിവാഹത്തിന്റെ തലേദിവസത്തെ പ്രാർത്ഥന ഭവനത്തിൽ അവസാനിക്കുകയാണ്. തുടർന്ന് മാതാപിതാക്കൾക്ക്, ബന്ധുമിത്രാദികൾക്കെല്ലാം സ്തുതി കൊടുക്കുന്നു, ഈശോയ്ക്ക് സ്തുതി കൊടുക്കുന്നു തുടങ്ങിയ ചടങ്ങുകളെ ഏറ്റവും ഭയഭക്തിയാദരപൂർവ്വം കരങ്ങൾ കൂട്ടി ശിരസ്മരിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ച് വധൂവരന്മാരെയും കുടുംബാംഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച ഈശോനാഥ, നാളെ വിവാഹിതനാകാൻ പോകുന്ന ഈ മകനെയും
നാളെ വിവാഹ വാഗ്ദാനത്തിനായിട്ട് ഒരുങ്ങുന്ന ഈ മകളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. തിരുകുടുംബത്തിന്റെ തലവനായ മാറിയ യോസേപ്പേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ, ഇവരുടെ പേരിന് കാരണമായിരിക്കുന്ന സ്വർഗീയ വിശുദ്ധരെ, ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന കുടുംബാംഗങ്ങൾ, അയൽവക്കക്കാർ, മറ്റെല്ലാവരും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ വിശുദ്ധ കുരിശിനാൽ സംരക്ഷിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Between us, by the cross you came and broke them down. You broke them down. There were chains around us. By your grace we are no longer bound. No longer bound. You called me out of the grave. You called me into the light. You called my name, then my heart came alive. Your love is greater. Your love is stronger. Your love awakens, awakens, awakens me. Your love is greater. Your love is stronger. Your love awakens, awakens, awakens me. Feel the darkness shaking. All the dead are coming back to life, back to life. Hear the song awaken, all creation singing, we're alive, 'cause you're alive. You called me out of the grave. എല്ലാവർക്കും വിശക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് മധുരം വെച്ച് പെട്ടെന്ന് തീർക്കാം. ഓക്കെ, മധുരം വെക്കുവാനായിട്ട് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന ചെറുക്കനും മനസ്സമ്മതം മൂളാൻ ഒരുങ്ങിയിരിക്കുന്ന പെണ്ണും ആദ്യം സ്റ്റേജിലേക്ക് വരിക. ചാരരുത്, ഔസല്ലേ ചാരരുത്. ഓക്കെ, ഈ ചെറുക്കന്റെയും പെണ്ണിന്റെയും അപ്പനും അമ്മയും ഇവരുടെ മേലുള്ള അവകാശവാദം ഉന്നയിക്കുന്ന സനീഷും തുഷാരിയും നിങ്ങൾക്ക് അവകാശമുള്ളൂ എന്ന് പറയുന്നവരുടെ എന്തുവരും ഒന്ന് കൈയടിച്ച് ചുമ്മാ ഇരിക്കുന്നത് ചുമ്മാ കൈയടിച്ചു. നമുക്കധികം നീട്ടണ്ട ചടങ്ങ്. ചോദിക്കുക. നമ്മുടെ സാധാരണ ചടങ്ങനുസരിച്ച് എത്ര പ്രാവശ്യം ചോദിക്കണം? 3 പ്രാവശ്യം ചോദിക്കണം. കേട്ടാലും കേട്ടില്ലെങ്കിലും. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ? സാറ് ചോദിക്കും. മധുരം വെക്കട്ടെ കേട്ടോ? ആങ്ങളയ്ക്കും പെങ്ങൾക്കും മധുരം വെക്കട്ടെ കേട്ടോ? ആങ്ങളയ്ക്കും പെങ്ങൾക്കും മധുരം വെക്കട്ടെ കേട്ടു. He took out a notepad and wrote something for me. Then he kept walking on down the road, and I watched him disappear like smoke. And I thought I'd just seen a ghost. Then I looked down at what he wrote. It said, son, when you grow up you'll be fine. I know you've got questions
questions on your mind. Life is gonna happen one way or the other, whether you like it or not. Stop looking for the answers and you'll find what you've got. I met a young man, searching for glory. I took out an old pen and wrote in my story. Then I kept walking on down the road. When your time is up, it's time to go. I pray he reads what's on the note and takes to heart what I wrote. I said, son, when you grow up, you'll be fine. I know you've got questions on your mind. Life is gonna happen one way or the other, whether you like it or not. Stop looking for the answers and you'll find what you've got. When you grow up, you'll be fine. I know you've got questions on your mind. Life is gonna happen one way or the other, whether you like it or not. Stop looking for the answers and you'll find what you've got. You said it was the last time, but you keep coming back to tell me sorry that you take back all the things you said just to hurt me. Our love just went cold, but I'm still burning. Our love just went cold. Why? I keep on making the same mistake. I always let you back in when I begin to get myself together again. You are back once more, like everything's the same. I tried to build my walls up, but you're taking them down. It's tearing me apart, I can't pretend. Now I have to get over you again. You said it was the last time, but you keep coming back to show me sorry you have changed now. But it's the same old story. Our love just went cold, but I'm still burning. Our love just went cold. Why? I keep on making the same mistake. I always let you back in when I begin to get myself together again. You are back once more, like everything's the same. I tried to build my walls up, but you're taking them down.
to get over you again. Have to get over you again. You look at me like I'm crazy when I shut my feelings out. You look at me like I'm different, still you stay cause you feel something real. Get so lost in my moments, doesn't mean I don't need you. I fell in love with your colors, they kinda tell me what I'm thinking. I fell in love with the way we are and the way we lose it. There's something different about us, and the reason why we stay. We fly around like paper planes, they never know where we will fall. Nobody can see us, still they wanna tear us apart. There's something different about the way we are. There's something different about us. There's something different about us. We're pouring cup after cup after cup. Yeah, it's just the way we do it. Anything just to block out the real life, real life. Yeah, we're loving the way they think we're so messed up. Even if what we're doing is bad, there's so many emotions, sharing stories that we never had. Yeah, none is real. I think we're searching for reasons not to